നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ഞാനങ്ങനെ വ്യക്തിരായിട്ട് പറയല്ല, സ്ഥാപനത്തിൻ്റെ ഉടമയാണല്ലോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും അത് പരാജയപ്പെട്ട മാത്രമല്ല കേട്ടോ, വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇത്തവണയും തുടരുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ലോക്സഭ ഇലക്ഷൻ ഫലത്തെക്കുറിച്ചും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ലോക്സഭ ഇലക്ഷൻ ഫലത്തെക്കുറിച്ചും ബാക്കിയുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യ മുന്നണിയുടെ പ്രകടനത്തെക്കുറിച്ചും CPIM-ൻ്റെയും LDF-ൻ്റെയും സംസ്ഥാനത്തെ പ്രകടനത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ PA മുഹമ്മദ് റിയാസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വ്യക്തമായ മറുപടി പറയുന്നത് മാത്രമല്ല, തൃശ്ശൂരിലെ പരാജയം വ്യക്തമായിട്ട് കോൺഗ്രസ് പഠിക്കണമെന്നും മാത്രമല്ല CPM-ഉം ഇടതുമുന്നണിയും പരാജയത്തിൽ നിന്നും വിജയത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പഠിക്കാറുണ്ടെന്നും ഇതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തുമെന്നും വ്യക്തമായ പരിശോധന നടത്തുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അല്ല, തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വളരെ വിശദമായി ഓരോ താഴെത്തട്ടിലും തൊട്ടുകൊണ്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി പോവുകയാണ്. അതിലൂടെ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകും. പൊതുവെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തി എന്തൊക്കെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ നിലയിൽ തിരുത്താൻ തയ്യാറാണെന്ന് ഇതിനകം തന്നെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അതേ അർത്ഥത്തിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് അല്ല, സാധാരണ നടത്തുന്നത് പോലെയാണ്. ഇപ്പോൾ BJP-ക്ക് കേരളത്തിലൊരു സീറ്റ് കിട്ടി എന്നുള്ളതാണല്ലോ ഒരു ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ UDF ആ വിഷയം പരിശോധിക്കണം. 2019 തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും 2024 തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഏറെക്കുറെ 1 ലക്ഷത്തിൻ്റെ അടുത്ത വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. അത് ആരോഗ്യകരമായ ഒരു പരിശോധനക്കാണ് നേതൃത്വം കൊടുക്കുന്നത്, ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ. അതല്ലാതെ ഒരു കയ്യാങ്കളിയിലേക്ക് അത് പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം ഏറെക്കുറെ ഭദ്രമാണ്. അപ്പോൾ അത് മോശമായി ഞങ്ങളൊന്നും വെറുതെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു പരിശോധന നടത്തണം. നേരത്തെ നേമത്തെ BJP വിജയിച്ചപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് വല്ലാതെ താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പം അതിന് സമാനമായി ലോക്സഭയിൽ നമ്മളാരും പ്രതീക്ഷിക്കാതെ BJP വിജയിക്കുമ്പോൾ അവിടെയും UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. വോട്ട് 1 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവത്തിൽ പരിശോധിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകണം. സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു യാക്കോബായ ഭദ്രാസനം മാർ ഗീവർഗീസ് കൂറിലോസ്. അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു. അദ്ദേഹത്തെ വിവരദോഷിനൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണോ? അർത്ഥത്തിൽ കാണുന്നത് ശരിയാണോ? അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ സംഭവം, എന്താണ് അവിടെ എല്ലാവർക്കും അറിയുന്നത്. മന്ത്രിമണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ BJP വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ K. സുരേന്ദ്രന്റെ ഉൾപ്പെടെ പ്രതികരണം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നില തുടരും, മിനിമം ഏതാണ്ട് ഒരു 15 സീറ്റിലധികം അവര് ജയിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പൊ അതിലൊന്നും തെറ്റില്ല, ആരും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 2019 തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയ ഘട്ടത്തിൽ ഇതുപോലുള്ള പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മന്ത്രി മണ്ഡലങ്ങൾ പിറകുന്നു പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരാജയപ്പെട്ട 4 പേരാണെന്ന് ഈ നിയമസഭയിൽ വിജയിച്ച് മന്ത്രിമാരായി. 4 പേർ 2019 മത്സരിച്ച ആളുകൾ അവർ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല വോട്ടിന് വിജയിച്ചു മന്ത്രിമാരായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഓരോ നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുക, കാര്യങ്ങൾ വിലയിരുത്തുക. ഓരോ തെരഞ്ഞെടുപ്പിനെയും വ്യത്യസ്ത രീതിയിൽ കാണുന്നവരാണ്. ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും അത് പരാജയപ്പെട്ട മാത്രമല്ല കേട്ടോ, വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇത്തവണയും തുടരുന്നത്. സംബന്ധിച്ച് BJP വോട്ട് വർധനയിൽ ഒരു ആശങ്കയുമില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDF-ന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. മറ്റ് മണ്ഡലങ്ങൾ ഓരോന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ധർമ്മടത്താണെങ്കിലും ഒക്കെ BJP വോട്ട് വർധന വരുത്തിയത്
ഒരു തരത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ തൃശ്ശൂർ പ്രത്യേകം പറഞ്ഞത്, തൃശ്ശൂർ BJP ജയിച്ചു. കേരളത്തിലെ മറ്റ് 19 സീറ്റിൽ BJP അല്ലല്ലോ ജയിച്ചത്. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ BJP വിജയിക്കുമെന്ന് പൊതുവെ ആരും കരുതിയില്ല. BJP വിജയിച്ചു. അവിടെ ഞങ്ങൾക്ക് വോട്ട് കൂടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് LDF സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ വോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. എന്നാൽ UDF സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ 1000, 10,000, 20,000, 30,000 അല്ല കുറഞ്ഞത്, 1 ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് കുറഞ്ഞു. അപ്പൊ അത് പരിശോധിക്കപ്പെടണമെന്നുള്ളത് കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പറഞ്ഞു. ഈ ഇല്ല, തെരഞ്ഞെടുപ്പിന്റെ പൊതു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനല്ലല്ലോ രാഷ്ട്രീയ നിലപാടുകൾ. രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊള്ളുക എന്നുള്ളത് അതാത് സമയത്തെ വിഷയത്തിനനുസരിച്ച് ഒരു ഇടതുപക്ഷം എങ്ങനെയൊക്കെ വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടൂലേ, അങ്ങനെ നിലപാടെടുത്താൽ ആ നിലപാട് പ്രയാസം സൃഷ്ടിക്കും എന്നൊന്നും നോക്കിയിട്ടല്ലല്ലോ. രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതാത് ഘട്ടങ്ങളിലാണ്. അത് സ്വീകരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. മറ്റ് കാര്യങ്ങൾ, അതിന്റെ വിശദമായ കാര്യങ്ങൾ പാർട്ടി വിശദമായി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക തന്നെയും. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ സജീവമായി ഇടപെടുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടപെടും. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തിരുത്തുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുൻ സഭാധ്യക്ഷനെ വല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അല്ല, അത് നിങ്ങൾ കാണുന്നൊരു രീതിയാണല്ലോ, നിങ്ങൾ അതിലെടുക്കുന്ന രീതിയാണ്. നിങ്ങൾ പൊതുവേ ഈ മുഖ്യമന്ത്രി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർന്നും ഭരണത്തിലെത്തിക്കുന്നതിന് പ്രധാന പങ്കുവച്ച ഒരാളാണ്. അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ, ഞാനങ്ങനെ വ്യക്തിരായിട്ട് പറയല്ല, സ്ഥാപനത്തിൻ്റെ ഉടമയാണല്ലോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അപ്പം നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്തം കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിച്ച് ശരിയാക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തുടർഭരണത്തിലെത്തിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് താറടിക്കണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കാലത്തോളം നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക. അത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അത് പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം. തിരുമേനി ഇന്നും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇടതുപക്ഷം ഹൃദയപക്ഷം. ആ മനുഷ്യനാണ് വിവരദോഷി എന്ന് വിളിച്ചത്. അതിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം, പ്രളയവും ഗിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതിനുശേഷവും ഇപ്പം കുറച്ച് മുൻപ് കൂടി അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഹൃദയ പ്രശ്നമാണ് ഇടതുപക്ഷം, അങ്ങനെ പറയുന്ന ഒരാളെയാണ്. അയാൾ ഒരു വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ഇങ്ങനെ പൊതുമധ്യത്തിൽ വിളിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു പ്രശ്നമില്ലേ അവിടെ? വിമർശനം ആരുന്നയിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. വിമർശനം ഉൾക്കൊള്ളുന്നില്ല എന്നാണ്. തിരിച്ചു വരാൻ കഴിയുന്നുള്ള പ്രതീക്ഷ ഇതൊരു മുന്നറിയിപ്പായിട്ട് അങ്ങനെ ഒരു കാണാൻ പറ്റുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഇനി വരാൻ പോകുന്നില്ല എന്ന് 2019 വോട്ടെണ്ണിയ സമയത്ത് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിൽ തോക്കും മാത്രമല്ല, ജയിക്കുമ്പോഴും തോക്കുമ്പോഴും കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകും. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ വലിയ അതൃപ്തനാണ്. അദ്ദേഹത്തെ BJP-യിലേക്ക് സ്വാഗതം ചെയ്ത് സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതൃപ്തനാണെങ്കിൽ CPM അല്ലെങ്കിൽ LDF കെ മുരളീധരനെ സ്വാഗതം ചെയ്യുന്നു. അല്ല, അവിടെ വിഷയം കെ മുരളീധരനെന്നോ X എന്നോ Y എന്നുള്ളതല്ല. തൃശ്ശൂരിലെ BJP-യുടെ വിജയത്തിൽ UDF-ന്റെ 1 ലക്ഷത്തോളം വരുന്ന വോട്ട് ചോർന്നത് ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി കേരളത്തിലെ നിഘണ്ടുവിലേക്ക് ഓരോ പദങ്ങൾ സംഭാവന ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോഴുള്ള പദപ്രയോഗങ്ങൾ നിഘണ്ടുവിലേക്ക് പോലും വെക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്ത് എന്നുള്ള യഥാർത്ഥ വിഷയങ്ങളെ മാറ്റുക, വേറെ വിഷയങ്ങളെ അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. തൃശ്ശൂരിൽ 1 ലക്ഷം വോട്ട് ചോർന്നത് പരിശോധിക്കണം. നിയമം തൃശ്ശൂരിൽ ആവർത്തിക്കുന്നു. ഇത് വളരെ ഗൗരവത്തിൽ കോൺഗ്രസ് പാർട്ടി പരിശോധിക്കണമെന്നുള്ള അഭിപ്രായമാണ് മുരളീധരനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ലാതെ പറയും കൂട്ടത്തല്ല് പരമാവധി ഒഴിവാക്കണം. ക്രമസമാധാനം ഇപ്പോൾ കേരളത്തിൽ ഭദ്രമാണ്. കായികമായിട്ടല്ല പരിശോധനകൾ നടത്തേണ്ടത്. പരിശോധനകൾ ജനാധിപത്യപരമായി നടത്തണം. അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പോലെ ഞങ്ങൾ എല്ലാ നിലയിലും പരിശീലിക്കും. എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് ചൂണ്ടിക്കാട്ടും. തിരുത്തേണ്ടതുണ്ട് തിരുത്തി മുന്നോട്ട് പോകും. അതിന് പകരം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തന്നെ അപകടകരമായ സ്ഥിതിയിലേക്ക്. മുരളീധരനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂരിന്റെ കാര്യം.